കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ ആക്രമണം, ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ അന്വേഷണം ഇപ്പോൾ വലിയ രീതിയിലേക്ക് വ്യാപിപ്പിക്കാനായി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു വലിയ തീരുമാനം പുറത്തു വന്നിരിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഡൽഹി നഗരത്തിൽ മുൻപ് നടന്ന സകല ബോംബ് സ്ഫോടനങ്ങളുടെയും രേഖകൾ എടുക്കാൻ അല്ലെങ്കിൽ ഫയലുകൾ തുറക്കാനായി ഇപ്പോൾ അമിത്ഷാ ഉത്തരവിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഡൽഹിയിൽ ഇതുവരെ നടന്നിട്ടുള്ള എത്ര ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്, അതിൽ പുറത്തു വന്നിരിക്കുന്ന 6 ബോംബ് സ്ഫോടനങ്ങളാണ് ഇതിനു മുമ്പ് കേന്ദ്രത്തിൻ്റെ റഡാറിലുള്ളത്. ഈ 6 ബോംബ് സ്ഫോടനങ്ങളുടെയും ഫയലുകൾ പുറത്തെടുക്കാനാണ് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 10 പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. വളരെ ഭയാനകരമായിരുന്നു. സമീപത്തുള്ള നിരവധി കാറുകളുടെ മേൽക്കൂരകളെല്ലാം തകർന്ന് തെറിച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇത് തീവ്രവാദ പ്രവർത്തനമാണോ അതോ വിദേശ ഘടകങ്ങളുടെ കൈയാണോ എന്ന് അന്വേഷണത്തിന് ശേഷം മാത്രമേ വെളിപ്പെടുത്തൂ എന്നാണ് നിലവിൽ കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും പറയുന്നത്. വൈകുന്നേരം 7 മണിയോടെ നടന്ന കാർ സ്ഫോടനത്തിന് ശേഷം ഡൽഹി ഉൾപ്പെടെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഇതിനു മുമ്പ് ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ടുള്ളത് 2011 മെയ് 25 ഡൽഹി ഹൈക്കോടതി പാർക്കിംഗ് സ്ഥലത്ത് നടന്ന ബോംബ് സ്ഫോടനത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. 2008 സെപ്റ്റംബർ 27 മെഹ്റൗലിയിലെ ഫ്ലവർ മാർക്കറ്റിൽ ഒരു സ്ഫോടനമുണ്ടായി, അതിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2008 സെപ്റ്റംബർ 13 കരോൾ ബാഗിലെ ഗഫർ മാർട്ട്, അവിടെ കാർനോട്ട് പ്ലേസ്, ഗ്രേറ്റർ കൈലാഷ് എന്നിവിടങ്ങളിൽ 5 സ്ഫോടനങ്ങൾ നടന്നു, അതിൽ 30 പേരാണ് മരിച്ചത്. 2005 ഒക്ടോബർ 29 സരോജിനി നായിഡു, പഹാർഗഞ്ച്, ഗോവിന്ദപുരി എന്നിവിടങ്ങളിൽ 3 സ്ഫോടനങ്ങൾ നടന്നു, അതിൽ 62 പേർ കൊല്ലപ്പെട്ടു. 2005 മെയ് 22 ലിബർട്ടിയിലും സത്യം സിനിമാ ഹാളിലും 2 സ്ഫോടനങ്ങൾ നടന്നു, ഇതിൽ ഒരാൾ മരിച്ചു. 2006 ഏപ്രിൽ 14 ജുമാ മസ്ജിദിൻ്റെ മുറ്റത്തൊരു സ്ഫോടനമുണ്ടായി. 2000 ഫെബ്രുവരി 27 പഹാർഗഞ്ചിൽ ഒരു സ്ഫോടനമുണ്ടായി. 2000 മാർച്ച് 16 സദർ ബസാറിൽ ഒരു സ്ഫോടനമുണ്ടായി. 2000 ജൂൺ 18 ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ 2 ശക്തമായ സ്ഫോടനങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ടു. 1997 ഡിസംബർ 30 പഞ്ചാബി ബാഗിന് സമീപമുണ്ടായ ഒരു ബോംബ് സ്ഫോടനത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. കൂടാതെ 97 5 വ്യത്യസ്ത ബോംബ് സ്ഫോടനങ്ങളും ഉണ്ടായി. 96 മെയ് 25 ലജ്പത് നഗർ സെൻട്രൽ മാർക്കറ്റിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനത്തിൽ 16 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.